ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കൊരു നൊസ്റ്റാൾജി കണ്ടാലോ. നമ്മളൊക്കെ പണ്ട് ചെറുതുള്ളേരം കാണാലോ. ബ്രഷ് എടുത്ത് മാറ്റിക്കേ. മാറ്റടാ. എന്നിട്ട് നീ അത് കുഴിച്ചോ. കുഴിക്കേ. എടാ നീ കൈ വെച്ച് ഓട്ടയാക്ക്. തോണ്ടിക്കോ തോണ്ടിക്കോ തോണ്ടിക്കോ. മെല്ലെ മെല്ലെ തോണ്ട്. കിട്ടുമോ ഒരു വിചാരം. നീ ഇത് പിടിക്കുക, ഞാൻ എടുത്തുതരാം. കിട്ടൂല. അയ്യോ അങ്ങനെ അല്ലേ അല്ലേ. അയ്യോ കിക്കിളെടുക്കുന്നു. അതല്ലേ. അയ്യോ ഒരെണ്ണം ഇറങ്ങി പോവാൻ നോക്കുന്നു. അതിന് തവള എടുക്കണ്ടേ. എടുത്താ കടിക്കുവോ? എൻ്റെ കൈ കാണിക്കേ. നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇടാനല്ല, നിന്റെ കയ്യിൽ കാണിച്ചാൽ മതി. ഉണ്ട്. അടച്ചോ. നമുക്ക് അവിടെ പോയി മര്യാദ. അത് കുഴപ്പമില്ല. എങ്ങോട്ടും പോവാതിരുന്നു. അപ്പം അങ്ങനെ സച്ചൂട്ടൻ ആദ്യമായിട്ട് കുഴിയാനെ കണ്ടു കേട്ടോ. അപ്പം ചിന്നു പൊന്നും കൂടി കാണിച്ചു കൊടുക്കുന്നതാണ് സച്ചൂട്ടനെ കുഴിയാനെ. പണ്ടത്തെ പിള്ളേരൊക്കെ നമ്മൾ എന്തായാലും കുഴിയാനേനൊക്കെ കണ്ടുപിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നോ. ഇപ്പോഴത്തെ പിള്ളേർ എത്ര പേര് അങ്ങനെ കളിക്കുന്നതെന്ന് അറിയില്ല. ആ കളിയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവനതൊരു പ്രത്യേക സന്തോഷമായി അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. ഞാൻ യൂട്യൂബിൽ കണ്ടു തണ്ണിമത്തങ്ങ മുറിക്കുന്നൊരു രീതി കേട്ടോ. ഇനിയിപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ കുഴപ്പമില്ല, നടുക്കത്തെ പീസൊക്കെ നമുക്ക് നല്ല ലെവലായിട്ട് കിട്ടും കേട്ടോ കഴിക്കാൻ വേണ്ടി. പക്ഷേ സൈഡിലുള്ള പീസിലൊന്നും കാര്യമായിട്ട് എൻ്റെ ഫ്ലഷ് ഉണ്ടാവില്ലേ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വായിൻ്റെ സൈഡിലൊന്നും ആവാതെ നല്ല സെറ്റപ്പായിട്ട് കഴിക്കാൻ പറ്റുന്ന പോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം സച്ചോടും ലച്ചുമൊക്കെ സ്കൂൾ അടച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ അവനെപ്പോഴും. കുഞ്ഞു വിശേഷം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പം തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ഫാനിൻ്റെ പുറകിൽ അതിൻ്റെ എന്താ പറയുക, നമ്മളിങ്ങനെ പൊക്കും താത്തൊക്കെ ചെയ്യുന്ന ഒരു സ്വിച്ചല്ലേ, അതിൻ്റെ മണ്ടയിൽ ഒരാളിങ്ങനെ കുത്തിരിക്കുക. നമ്മളെല്ലാവരും ചൂട് മാറാൻ വേണ്ടി കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വേറൊരാൾ പാർക്കിൽ പോയ രീതി ഇരിക്കുകയാണ് കേട്ടോ. അതായിരുന്നു വീഡിയോയിൽ കാണിച്ചു തരാവേ. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് പൊന്നു പറയുന്നുണ്ട് കുഴിയാന പുറകോട്ടല്ല. സച്ചിനും പറഞ്ഞത് പുറകോട്ടാണ് നടക്കുന്നതെന്ന്. പുറകോട്ടല്ല മുമ്പോട്ട് തന്നെയാണെന്നാണ്. പക്ഷേ അത് പുറകോട്ട് നടന്നു തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ കൊമ്പുണ്ട് മുമ്പിൽ. അതുകൊണ്ട് ആണ് കേട്ടോ അതിനെ ഇരയെ പിടിക്കുന്നത് കുഴിയാന. അപ്പം ഇരേനെ എളുപ്പം പിടിക്കാൻ വേണ്ടി അതിങ്ങനെ കുഴിച്ച് ഇങ്ങനെ ഷേപ്പാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കയറി പോകാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ കുഴിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെറിയ ഇരകളെയൊക്കെ പിടിക്കാൻ വേണ്ടി കൊമ്പും, പിന്നെ കൊമ്പ് ഇങ്ങനെ മുമ്പിൽ രണ്ടെണ്ണം ഇങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും കുഴിയാനെന്നൊക്കെ പേര് വന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഫാനിൻ്റെ പുറകിലുള്ള ആളെ കാണിച്ചു തരാമെന്ന്. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ചൂടല്ലേ, ഞാനും ഇരുന്ന് കറങ്ങിയേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നും, പക്ഷെ നമുക്കിങ്ങനെ ചെറിയ കാര്യങ്ങൾ കണ്ടാൽ കൗതുകം തോന്നില്ലേ, അതുപോലെ തോന്നിയപ്പോൾ എടുത്താണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.